ഹൈമാവതി കൃഷി വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്ന ഇന്ന് ഇവിടെ കാണിച്ചാൽ നിത്യവൈദ്യനീൻ്റെ തൈ ഉണ്ട്, ഒരു പാക്കറ്റ് കുരുണ്ട് കൊടുന്നിട്ട് അത് നമുക്കൊന്ന് നടാലോ. അതിനാണ് ഞാനിപ്പം ഇതിപ്പോൾ നിത്യവൈദ്യനീൻ്റെ കുരുവാണ്. ഇത് കണ്ടില്ലേ, ഇത് നിത്യവൈദ്യനീൻ്റെ കുരുവാണ്. ഒരു പാക്കറ്റ് കുരു വാങ്ങിയതാണ്. ഇത് 2 ബാഗിലായിട്ട് നടാനാണ് പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ ബാഗ് ഇടാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിൽ നടക്കാനാണ് പോകുന്നത്. ഇതിലെന്താ നടക്കുന്നത് വെച്ചാൽ ഞാനിവിടെ ബാർപ്പിൻ്റെ മേലെയുള്ള പൊടിയാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. ഇത് കണ്ടില്ല, ബാർപ്പിൻ്റെ മേലെ നിന്ന് കൊണ്ടുവന്ന പൊടിയില്ല, അതാണിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഇത് നടക്കാതെ പൊടി ബാർപ്പിൻ്റെ മേലെ നട്ടു വായിക്കൊണ്ടുവന്ന് ഈ പൊടിയിലാണ് ഇതിൽ നിന്ന് എടുക്കുന്നത്. കണ്ട, ഈ ബാർപ്പിൻ്റെ മേലെയുള്ള പൊടി ഇതിൻ്റെ അകത്ത് നിന്ന് ആണ് നടുന്നത്. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇത് നിറച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് നടാലോ. ഇതിപ്പോൾ ഞാനിപ്പോൾ തന്നെ നടാലോ വെച്ചിട്ടാണ്. നല്ല വളമാണിത്. നല്ല എല്ലാറ്റിലും നട്ട് നമുക്ക് നോക്കണം എന്തെല്ലാമെന്ന് വെച്ചാൽ നിത്യവൈദ്യനിയാണിത്. ഇതിപ്പോൾ ഇതേപോലെ നല്ലപോലെ നിറക്കുക. ഇഷ്ടംപോലെ നിറച്ച് ഇതിൽ കാടൊന്നും ഇടുന്നില്ല. ഇതിൽ അടുക്കള വേസ്റ്റ് അല്ല മറ്റേ പിന്നെ അടുക്കള വീട്ടിലിട്ട് കാടൊന്നും ഉണങ്ങിയ കാടൊന്നും ഇടുന്നില്ല. പിന്നെ ഇതിപ്പോൾ ഇത് മാത്രമേ ഇടുന്നില്ല. ഇത് കണ്ടില്ലേ, ഇത് ഇഷ്ടംപോലെ ഉണ്ട്. ഇത് കാര്യങ്ങൾ നിറച്ചാൽ ഇത് പായൽപ്പൊടിയാണ്. ഈ പായൽപ്പൊടി നല്ല വളമാണ്. കാരണം വെച്ചാൽ ഈ വർഷത്തിൽ മഴ പെയ്തിട്ടാകുമ്പോൾ ഈ കെട്ടി നിൽക്കും, വെള്ളം കെട്ടി നിൽക്കുന്ന ആടെ പിന്നെ ഒരു പായൽ കെട്ടി നിൽക്കും. പായലുണ്ട്, ആ പച്ച പായൽ. ആ പച്ച പായൽ നല്ല വളം. അത് ഉണങ്ങുമ്പോഴേക്ക് നമുക്കൊരു മഴ നിൽക്കുമ്പോൾ അത് ഉണങ്ങി വന്നാൽ നമുക്ക് നല്ലൊരു വളമാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ പീല നടുന്നു വെച്ചാൽ ഇതാണ് നടുന്നത്. കണ്ടില്ലേ, ഇത് ഈ ചകിരിച്ചോറും എല്ലാം പോട്ടി മിക്സ് ആക്കി വെച്ച് ഇതാണ് ഞാൻ നടുന്നത്. ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ പകുതി തൈരിട്ടെ. ഇതിപ്പോൾ നോക്കില്ലേ, ഇതിപ്പം കണ്ടല്ലോ ഇതേപോലെ. ഇപ്പം വീണ് പോയി, എൻ്റെ ഇത് തട്ടിപ്പോയി. മേശാമ്പിൽ അത് വെച്ചതുകൊണ്ടാണ് പറ്റിയത്. അതിൻ്റെ മേലെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചത്. കണ്ടില്ല, ഇതേപോലെ നിറച്ച് കുത്തി നിറച്ച് നല്ല വട്ടത്തിലാക്കി നമ്മളിത് നോക്കും. അതിനൊരു ഉറുമ്പുണ്ട്, ഒരുപാട് ഉറുമ്പുള്ള സ്ഥലമായിപ്പോയി. ഞങ്ങൾക്കൊക്കെ ഒന്നും കാണാനായിട്ട് എന്താ. ഇതിലിപ്പം ഞാൻ നടട്ടെ. ഇത് നിങ്ങളെ നാട്ടിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനിടാം. ഇതാണ് നടുന്നത്. ഇനിയിപ്പോൾ 5 കുരു നടുന്നുണ്ട്. ഞാൻ 2 നടും. ഇനി അഥവാ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അന്നേരം പൊടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറെക്കുന്ന കൊണ്ട കുരുവല്ലേ, അന്നേരം കൂടുതൽ നടാൻ വിചാരിച്ചിട്ടാണ്. ഇത് വലിയ ചാക്കാണ്, അതുകൊണ്ട് ഇതിൽ ഒരു 5 കുരു നടാം. അതാണ് എൻ്റെ പരിപാടി. എന്നാൽ 2 ചാക്കിൽ നട്ടാൽ അത്രയേ ഉള്ളൂ. 10 കുരുവാ ഉള്ളു. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ നട്ടു. ഇനിയിപ്പോൾ ഇതും കൂടിയാണ് ഈ നണ്ട്. ഇതിനകത്തും കൂടി നടണം. ഇപ്പോൾ കണ്ടില്ല, ഇതിൽ നറക്കട്ടെ, ഇതിൽ വാരി നറക്കട്ടെ. ഇതിനകത്തെ പായൽപ്പൊടി ഇത് കണ്ട, ഇതേപോലെ നറക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിത് കാണിച്ചു തരുന്നതിനല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ പൈസ മുതലില്ലാതെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു വിളവെടുക്കാനും കഴിയും. വലിയൊരു പൈസ മുതലില്ലാണ്ട് നമുക്ക് മുറ്റത്ത് തന്നെ പച്ചക്കറി ഉണ്ടാക്കാനും പറ്റും. അത് ആരും പരിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. അപ്പം നിങ്ങൾ പരിശ്രമിച്ചിട്ട് നമ്മൾ ഇനിയും തന്നെ എല്ലാവരും മുന്നോട്ട് വരിക. എല്ലാവരും കൃഷിയിലേക്ക് മുന്നോട്ട് വന്നിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റാതെ ഒരു പച്ചക്കറിയും ഇല്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പച്ചക്കറി കൃഷിയേ ഉള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ എല്ലാം നടുക. ഇത് മേലെ വെക്കുമ്പോൾ വീണ് പോകുന്നു. അങ്ങനെ വാരിയിട്ടൊക്കെ വെച്ചിട്ടാണ് വേഗം പണി തീരാൻ വേണ്ടിയിട്ടാണ്. ഇതിന് വേണ്ടി നേരം കൂട്ടാൻ കഴിയില്ല, വൈകുന്നേരം ആയില്ലേ. ഇതല്ലേ, ഇതേപോലെ ഇതും നിറച്ച് കണ്ടല്ലോ നിങ്ങൾ, ഇതേപോലെ നിറച്ചല്ലോ. ഇനിയിപ്പോൾ ഇതും കൂടിയിട്ട് നട്ട് എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞു. ഇതിപ്പോൾ നമുക്ക് ഇതെല്ലാം നട്ടിട്ടാകുമ്പോൾ ഇതെല്ലാം ഗുണം നമുക്ക് വരണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ വിളവെടുപ്പ് വരുമ്പോൾ അന്ന് നമുക്ക് ഇതിൻ്റെതായ ഗുണങ്ങൾ
തരുക. അന്നേരമാണ് നമുക്ക് ആ സന്തോഷം ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ നട്ട് നോക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും നടുക. ഞാനിപ്പോൾ ഇത് നട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ വേറെ ഇല്ല. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ നേരെ വാരിക്കൊണ്ടുവരാനുണ്ട്. കുറച്ചും കൂടി അതും കൂടി വാരിക്കൊണ്ടുവന്നാൽ നമുക്ക് ഇഷ്ടംപോലെ നടാൻ ഉണ്ടാവും. ഇന്നും പച്ചക്കറി നടാനുണ്ട്. ഇപ്പോൾ തൽക്കാലം നിത്യവൈദ്യം ഞാൻ നട്ടത്. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. എല്ലാവരും ഹൈപ്പടിക്കുക, ലൈക്ക് അടിക്കുക, ഹൈപ്പടിക്കുക, എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം. പിന്നെ ഹൈപ്പും കൂടി അടിക്കണം. ഹൈപ്പ് അടിച്ചിട്ട് നിങ്ങൾക്ക് പോയിൻ്റ് കിട്ടും. അതും കൂടി നിങ്ങൾ ആക്കി തരണം എന്ന് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.